ബഹുമാനപ്പെട്ട നമ്മുടെ MLA, മറ്റു പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് നമ്മുടെ രാജ്യത്താകമാനം അത്യുജ്വലമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം നടക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരാണ് ജയിൽവാസം അനുഭവിക്കുന്നത്. നിരവധി മന്ത്രിമാരും MP-മാരും MLA-മാരും എല്ലാം സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. ചെയ്ത തെറ്റ് എന്തെന്ന് പോലും അറിയാതെ, വിചാരണ എന്ന് ആരംഭിക്കുമെന്നറിയാതെ, എന്ന് വിചാരണ നടപടികൾക്ക് ഒരു അറുതി ഉണ്ടാകുമെന്നറിയാതെ നിരവധി പുരോഗമനവാദികളും കവികളും സാഹിത്യകാരന്മാരും എഴുത്തുകാരുമെല്ലാം ഈ സംഘപരിവാർ ഭരണത്തിൽ രാജ്യത്തിന്റെ വിവിധ ജയിലുകളിൽ ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊഴിലില്ലായ്മയും വിലക്കയറ്റവും നോട്ട് നിരോധനവും GST-യും എല്ലാം ഏറ്റവും സജീവമായിട്ടുള്ള ചർച്ചയായിരുന്നു നമ്മുടെ രാജ്യത്ത്. എന്നാൽ 2019 ഫെബ്രുവരി മാസം 14-ാം തീയതി പുൽവാമയിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുകയും 45 സൈനികർ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. അന്ന് വരെ ചർച്ച ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെയും ഒരൊറ്റ ആക്രമണത്തിലും പ്രത്യാക്രമണത്തിലും മാത്രം കേന്ദ്രീകരിപ്പിക്കുവാനും 2019 മാർച്ച് ഏപ്രിൽ മാസത്തിൽ മറ്റൊരു രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയാകാൻ അനുവദിക്കാതെ വീണ്ടും ഭരണത്തിലേക്ക് വിജയിച്ചു കയറുവാൻ സംഘപരിവാറിന് കഴിഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന BJP ജനാധിപത്യത്തെ തകർക്കുവാനും ഭരണഘടനയെ അസ്ഥിരപ്പെടുത്തുവാനും മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തച്ചു തകർക്കുവാനും ഈ രാജ്യത്തിന്റെ ഫെഡറലിസത്തെ തകർക്കുവാനും നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുന്നു. നാം കണ്ടു ഗോവയിൽ, കർണാടകയിൽ, മധ്യപ്രദേശിൽ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുമെല്ലാം ജയിച്ചു വരുന്ന പാർട്ടിയെ പണം കൊടുത്തു കീഴടക്കി ദിവസങ്ങൾക്കടക്കം ആ ഗവൺമെന്റിന് താഴെ ഇറക്കി BJP ഗവൺമെന്റ് വന്നത് ആദ്യഘട്ടങ്ങളിൽ 2020, 21, 22 ഘട്ടങ്ങളിലെല്ലാം നാം കാണുകയുണ്ടായി. അതിനുശേഷം കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്യും. അതുപോലെ BJP ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിക്കും. മൂന്നാമതായി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാതെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്ന അജണ്ട നടപ്പാക്കും. അങ്ങനെ ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കി മാറ്റാൻ, സംഘപരിവാറിന് ഏതു തരത്തിലും നയിക്കാൻ കഴിയുന്ന ഒരു ഏക അജണ്ടയുള്ള രാജ്യമാക്കി മാറ്റുവാൻ, മതനിരപേക്ഷ ജനാധിപത്യ ഉള്ളടക്കങ്ങളെ തകർക്കാൻ, ഭരണഘടന അസ്ഥിരപ്പെടുത്തുന്ന ഒരു രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ED, CBI, NIA, ആദായ നികുതി വകുപ്പ്, കസ്റ്റംസ് ഇവയെല്ലാം അവരുടെ അധികാര പരിധി ലംഘിച്ചുകൊണ്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PMLA ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു കേസ് നേരിട്ട് രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ടോ? ഏതെങ്കിലും ഒരു പ്രതിയെ നേരിട്ട് പോയി ചോദ്യം ചെയ്യാൻ അവർക്ക് അവകാശമുണ്ടോ? ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസാക്കിയ PMLA ആക്ട് പ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി മാത്രമേ EDക്ക് ഇടപെടാൻ കഴിയൂ. ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കുകയും ആ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി കുറെ പണം കണ്ടെത്തുകയും ആ പണം ഒരു കള്ളപ്പണമാണ് എന്ന് ബോധ്യപ്പെടുകയും ആ പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തി എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു ഏജൻസി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്യുന്ന കേസിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ ഭാഗമായി മാത്രമേ EDക്ക് ഒരു കേസിൽ ഇടപെടാൻ കഴിയൂ, ഈ PMLA ആക്ട് പ്രകാരം ഇടപെടാൻ കഴിയൂ. എന്നാൽ ഇവിടെ ഡൽഹിയിലെ മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരൊറ്റ രൂപ കള്ളപ്പണമായി കണ്ടെത്തിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു കേസ് അന്വേഷിച്ച് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. സാങ്കല്പികമായി ഇത്തരത്തിൽ അഴിമതി നടന്നിട്ടുണ്ടാകാം. അങ്ങനെ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ഇത്ര കള്ളപ്പണം ഉണ്ടാകാം, അത് ഗോവയിലെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നെല്ലാം സാങ്കല്പികമായി കണ്ടെത്തിക്കൊണ്ട് അന്വേഷണം ED ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടത്. ഇവിടെ സൂചിപ്പിച്ചു, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും അഴിമതിയുടെ പരാതി കിട്ടിയാൽ അന്വേഷിക്കാം. അങ്ങനെ അന്വേഷിച്ച് അഴിമതി കണ്ടെത്തി കള്ളപ്പണം കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ EDക്ക് ഇടപെടാൻ കഴിയൂ. ഇവിടെ ED നേരിട്ട് വന്ന് ഇടപെടുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ശരത് റെഡ്ഡി ആദ്യം ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ഒരു ഘട്ടത്തിൽ പോലും അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴിയില്ല. അദ്ദേഹം സാക്ഷിയാണ്. രണ്ടാമതും സാക്ഷിയായി ശരത് റെഡ്ഡിയെ വിളിച്ചു, ചോദ്യം ചെയ്തു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ. അതിലും ഒരക്ഷരം പോലും അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചിട്ടില്ല. അതിനുശേഷം 2 തവണ സാക്ഷിയായി ചോദ്യം ചെയ്ത ശരത് റെഡ്ഡിയെ പ്രതിയാക്കി മാറ്റുകയാണ്. പ്രതിയാക്കി മാറ്റി ജയിലിലേക്ക് വിടുന്നു. ജയിലിലേക്ക് വിട്ടപ്പോൾ ആദ്യം 5 കോടി രൂപ ശരത് റെഡ്ഡി BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു. ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോ ആ പ്രതിയെ മാപ്പുസാക്ഷിയാക്കി മാറ്റുകയാണ്. മാപ്പുസാക്ഷിയാക്കി മാറ്റുന്ന നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അപ്പോൾ വീണ്ടും 24 കോടി രൂപ കൊടുക്കുന്നു.
വീണ്ടും വീണ്ടും കോടികൾ കൊടുക്കുന്നു. ആ പ്രതിയെ മാപ്പുസാക്ഷിയാക്കി മാറ്റുന്നു. മാപ്പുസാക്ഷിയാക്കി മാറ്റണമെങ്കിൽ ആ മൊഴി ട്രസ്റ്റ് വർത്തിയായിരിക്കണം, ഏറ്റവും സത്യസന്ധമായിട്ടുള്ള മൊഴിയായി ബോധ്യപ്പെടണം. കാരണം ഒരു മാപ്പുസാക്ഷി പ്രതികളെ ഉറ്റിക്കൊടുത്തു വരുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു ഉറ്റിക്കൊടുത്തു വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് കൃത്യമായി വിശ്വാസയോഗ്യമാക്കണം. ആദ്യത്തെ 2 മൊഴിയിലും ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഒരു വാക്കോ ഒരക്ഷരം ഉരിയാടാത്തയാൾ സാക്ഷി പ്രതിയായി മാറി ജയിലിലേക്ക് പോകുമ്പോൾ മാപ്പുസാക്ഷിയായി മാറിയതിനു ശേഷം അദ്ദേഹം കൊടുത്തത് എന്ന രൂപത്തിൽ രേഖപ്പെടുത്തുന്ന മൊഴിയിൽ മാത്രം അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അതിന്റെ പേരിൽ അറസ്റ്റ്, ജയിൽവാസം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ED എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് BJPയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായി തരം താണിരിക്കുകയാണ്. ED കണ്ടെത്തിയിരിക്കുന്ന പണം പത്രം വായിക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട്, ഇത്ര കള്ളപ്പണം കണ്ടെത്തി, ഇത്ര കള്ളപ്പണം കണ്ടെത്തി. EDയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 17 വർഷത്തിനുള്ളിൽ ED കണ്ടെത്തിയ പണം അതിന്റെ 1% പോലും കള്ളപ്പണമാണെന്ന് കണ്ടെത്താൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും വിശ്വാസയോഗ്യത ഇല്ലാത്ത ഏജൻസിയായി ED തരം താണിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ അവസാനത്തെ 5 വർഷത്തിൽ ED 121 നേതാക്കന്മാർക്കെതിരെ ഇന്ത്യയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അതിൽ 116 പേരും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. അതായത് 95% പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. EDയുടെ കഴിഞ്ഞ 17 വർഷത്തെ ചരിത്രത്തിൽ 5906 കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തത്. അതിന്റെ കൺവിക്ഷൻ റേറ്റ് വെറും 23 മാത്രമാണ്. അതായത് 0.54 EDയുടെ കൺവിക്ഷൻ റേറ്റ്. IPC ഒഫൻസിന്റെ കൺവിക്ഷൻ റേറ്റ് 59%. അതായത് ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസയോഗ്യതയില്ലാത്ത ഏജൻസിയായി ED അതമ്പതിച്ച് പോകുമ്പോൾ BJPയുടെ ഒരു ടൂളായി മാറുന്ന ഏജൻസിയായി ED തരംതാണ പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു ശാരദാ ചിട്ടി കേസ്. എത്ര വർഷമാണ് BJP ആ കേസിനെ ഉപയോഗിച്ചത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുധേന്ദു അധികാരിയും മുകുൾ റോയും BJP ആയി മാറി. എല്ലാ അന്വേഷണവും അവിടെ നിന്നു. ആദർശ് ഫ്ലാറ്റ് പദ്ധതി 2018 മുതൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മഹാരാഷ്ട്രയിൽ BJP ഒരു തെരഞ്ഞെടുപ്പ് ആയുധമായി ഉപയോഗിച്ചതാണ് ആദർശ് ഫ്ലാറ്റ് പദ്ധതി. അതിലെ അശോക് ചൗഹാൻ BJP ആയി മാറി. എല്ലാ അന്വേഷണവും അദ്ദേഹത്തിനെതിരായും ആദർശ് ഫ്ലാറ്റിനെതിരായിട്ടുള്ള അന്വേഷണം അവിടെ അവസാനിച്ചു. നാരായണ റാണെ നിരവധി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. EDയും CBIയും മാറി മാറി ചോദ്യം ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം BJP ആയി മാറി. എല്ലാ അന്വേഷണവും അവിടെ അവസാനിച്ചു. അങ്ങനെ എത്രയോ പേർ NCPയെ പിളർത്തി, ശിവസേനയെ പിളർത്തി, പല അന്വേഷണവും പ്രഖ്യാപിച്ചു. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജിത് പവാറിനെ നിരവധി തവണ CBIയും EDയും ചോദ്യം ചെയ്തു. അദ്ദേഹം BJP മുന്നണിയിലേക്ക് പോയി. എല്ലാ അന്വേഷണവും അവിടെ അവസാനിച്ചു. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പാർലമെന്റിൽ 303 MPമാരാണ് BJPക്കുള്ളത്. അതിൽ 112 പേരും പഴയകാല മറ്റു പാർട്ടികളിൽ ഉള്ളവരാണ്. എല്ലാവരെയും വെളുപ്പിച്ചെടുക്കുകയാണ്. ഏറ്റവും ഉദാഹരണം, ഇപ്പോ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാം, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 41 കമ്പനികളിലേക്ക് ആദ്യം CBI വിടും, EDയെ വിടും, 2-3 രേഖകൾ എടുത്തുകൊണ്ടുവരും. ആ രേഖ എടുത്തുകൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയാണെന്ന പ്രതീതി ഉണ്ടാകും. 2748 കോടി രൂപയാണ് ഈ 41 കമ്പനികളിൽ നിന്ന് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കിട്ടിയത്. ഇലക്ട്രൽ ബോണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ അന്വേഷണവും അവിടെ ഇല്ല. എല്ലാ തരത്തിലും ആ കമ്പനികളെ എക്സോണറേറ്റ് ചെയ്യുകയാണ്. അതായത് ശരിക്കും വാഷിംഗ് മെഷീൻ ചെയ്യുന്ന പ്രവൃത്തി, വെളുപ്പിച്ചെടുക്കുക, ആരോപണ വിധേയരായവരെ വെളുപ്പിച്ചെടുക്കുക, ആ വെളുപ്പിച്ചെടുത്ത് BJP ആക്കി മാറ്റുക. ആ പണി തന്നെയാണ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. എന്താണ് കാരണം? 30 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1996-ൽ സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറർ ആയിരിക്കുമ്പോൾ അക്കൗണ്ടിൽ വന്ന പണം കൃത്യമായി ആദായ നികുതി വകുപ്പിന് കൊടുത്ത കണക്കിൽ പെട്ടിട്ടില്ല എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1-2 വർഷം മുമ്പുള്ള കണക്കാണെങ്കിൽ നോക്കാം. 30 വർഷം മുമ്പുള്ള കണക്ക് പരതി പോയി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുകയാണ് ആദായ നികുതി വകുപ്പ്. അങ്ങനെ CBIയും കസ്റ്റംസും എല്ലാം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ കക്ഷികളെ തകർക്കാൻ, പ്രതിപക്ഷത്തിന്റെ ഐക്യനിരയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്തോ ഗവർണറെ പച്ചയായി ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയാം, ഏറ്റവും ആദ്യം ഇത് തുടങ്ങിയത് ഡൽഹിയിലാണ്. ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർക്കാണോ കൂടുതൽ പദവി, അതോ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനാണോ പദവി? സുപ്രീം കോടതിയിൽ പോയി ഭരണഘടനാ ബെഞ്ച് പരിശോധിച്ചു. അവസാനം പറഞ്ഞു, ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഗവൺമെന്റിനാണ് അധികാരം, ലഫ്റ്റനന്റ് ഗവർണർക്കല്ല എന്ന് പറഞ്ഞ് പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചു. ഒരാഴ്ചക്കുള്ളിൽ
പ്രത്യേക ഭേദഗതി കൊണ്ടുവന്ന് പ്രത്യേക നിയമം കൊണ്ടുവന്ന് ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികാരം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നത് നാം കാണുകയാണ്. അതായത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും ജുഡീഷ്യൽ സിസ്റ്റത്തെയും പച്ചയായി വെല്ലുവിളിക്കുന്നത് നാം കാണുന്നു. രണ്ടാമത്, സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് സാമ്പത്തിക ഫെഡറലിസത്തെ തകർക്കുന്നു. നിരവധി സംസ്ഥാനങ്ങൾ പ്രതിഷേധവുമായി ഡൽഹിക്ക് പോയി, സുപ്രീം കോടതിയിൽ പോയി. നാം കണ്ടു വളരെ ഏകാധിപത്യ മനോഭാവത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് നാം കാണുകയാണ്. അവസാനം ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലും സുപ്രീം കോടതിയുടെ ഒരു ചീഫ് ജസ്റ്റിസ്, അതുപോലെ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി അടങ്ങുന്നവർ ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കണമെന്നുള്ള തീരുമാനം അതിനെയും ആഴ്ചകൾക്കുള്ളിലാണ് അട്ടിമറിച്ചത്. ഞാൻ സൂചിപ്പിച്ചത്, കഴിഞ്ഞ 5 വർഷം നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ജനാധിപത്യ നിഷേധത്തിന്റെയും അതുപോലെ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തകർക്കുന്ന, ഫെഡറലിസത്തെ തകർക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ കൂടുതൽ കൂടുതൽ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പട്ടിണിയുടെ കാര്യത്തിൽ 51ാമതായിരുന്ന രാജ്യം 117ആയി മാറിയതും അതുപോലെ ദാരിദ്ര്യത്തെ മതിൽ കെട്ടി മറയ്ക്കുന്നതും എല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും ചർച്ചയാക്കാതിരിക്കാൻ പ്രതിപക്ഷ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിടുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അദാനി ലോകത്തുള്ള മുതലാളിമാരുടെ ആ വലിപ്പത്തിന്റെ കാര്യത്തിൽ 602ാമതായിരുന്നു. ആ 602ാമതായി അദാനി 2ാമതായി മാറി. ആ 2ാമതായി മാറിയത് ഇവിടെ ഗവൺമെന്റ് സ്പോൺസേഡ് പരിപാടിയാണെന്ന് ചൂണ്ടിക്കാണിച്ചതാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ BJPയുടെ മുഖ്യ ശത്രുവായി മാറാൻ കാരണം എന്ന് നമുക്കറിയാം. നിരവധി തവണ നിയമസഭയിലും അതുപോലെ തന്നെ പൊതുയോഗങ്ങളിലുമെല്ലാം ഗവൺമെന്റിനെ വിമർശിക്കുന്നവർ വിമർശിച്ചാൽ നീ രാജ്യദ്രോഹി, നീ ഖാലിസ്ഥാൻവാദി, നീ പാകിസ്ഥാൻവാദി, നീ കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട് നീ ആജീവനാന്തം ജയിലിൽ കിടക്കണം എന്നുള്ള തരത്തിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് പ്രതിഷേധം, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, ഈ ശക്തമായിട്ടുള്ള പോരാട്ടം, ഈ പോരാട്ടങ്ങൾക്ക് മാത്രമേ നേട്ടമുണ്ടാക്കാൻ കഴിയൂ. നമ്മുടെ നേതാക്കന്മാരെ അതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ അവരെയെല്ലാം കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പ്രതിഷേധമോ ഒരു മുദ്രാവാക്യമോ ഒരു സമരമോ ചെയ്യാത്തവർ, ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറാത്തവർ, മാപ്പ് 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 എന്ന് എഴുതി കൊടുത്ത് സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുത്തവർ, എന്നെ ജയിൽ മോചിതനാക്കിയാൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ചെറുപ്പക്കാരെ ഉപദേശിച്ച് ബ്രിട്ടൻ അനുകൂലമായി പ്രവർത്തിപ്പിക്കാം എന്ന് പറഞ്ഞവർ ഇന്ന് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ ഈ രാജ്യത്തിന്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും ജനാധിപത്യ ബോധത്തെയും തകർത്ത് തരിപ്പണമാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. എല്ലാ ഏകാധിപതികളുടെയും സ്ഥിതി നമുക്കറിയാം. ആ ഏകാധിപതികൾക്കെല്ലാം കാലഘട്ടം ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്ത ചരിത്രമാണ് ലോകത്തെല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും ശക്തമായ തിരിച്ചടി ഈ രാജ്യത്തെ തകർക്കുന്ന ശക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കള്ളക്കേസിൽ കുടുക്കപ്പെട്ട് ജയിൽവാസം അനുഭവിക്കുന്നവരെ, ജയിലിൽ അടച്ചിരിക്കുന്നവരെ മോചിപ്പിക്കുന്നത് വരെ, അവർക്ക് നീതി കിട്ടുന്നത് വരെയുള്ള പോരാട്ടത്തിന് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉറപ്പു നൽകുന്നതോടൊപ്പം വരുംകാല പ്രക്ഷോഭങ്ങളിലും പോരാട്ടങ്ങളിലും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെയും ഹൃദയത്തോട് ചേർന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദികൾ.